നമസ്കാരം, വെൽക്കം ബാക്ക് ഹൈ റേഞ്ച് കുടുംബം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഒരു ഷോർട്സ് അല്ലെങ്കിൽ ഒരു വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഇതും തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. അവർ ചെയ്യുന്നൊരു തെറ്റുണ്ട്, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മളെല്ലാം യൂട്യൂബ് ചാനലിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ ഷോർട്സ് നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് ശരിയായുള്ള രീതിയിലാണോ? എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ വ്യൂസും റീച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഇനിയൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ അധികം സംസാരിച്ച് നീട്ടിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ മാറ്ററിലേക്ക് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ യൂട്യൂബിൻ്റെ ഐക്കൺ എടുക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഫോണിലുണ്ടല്ലോ, ഇത് നമ്മൾ നേരെ അങ്ങ് എടുക്കുക. ഇത് അറിയത്തില്ലാത്തവർക്കും വേണ്ടിയിട്ട് ആണ് കേട്ടോ ഇത് ചെയ്യുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ നിങ്ങൾ നേരെ നമ്മൾ നേരെ പ്ലസ് കാണുന്നു. ഈ പ്ലസ് ആണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താഴെ ഏറ്റവും താഴെ പ്ലസ്. ഇതേണ്ട ലെഫ്റ്റ് സൈഡിൽ ആഡ് കണ്ടല്ലോ, ഈ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഞാനൊരു വേണ്ട ഒരു ഫയല് ക്ലിക്ക് ചെയ്യുന്നു. താഴെ വലത് സൈഡിൽ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഒരു സംസാരിക്കുന്നൊരു വീഡിയോ ആണ്. ഞാൻ ചുമ്മാ തൽക്കാലത്തിന് എന്നെടുത്താണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരെ ഒന്നും ചെയ്യണം, നമ്മൾ നേരെ താഴെ ഡണ്ണ് കൊടുക്കുന്നു. ഓക്കെ, അതിപ്പോൾ നേരെ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കുന്നു. അതായി. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഇനി എന്ത് ചെയ്യണം? അതായത് ഇത് ചെയ്യണമെങ്കിൽ, അതായത് ആഡ് സൗണ്ട് കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഓൺ വോയിസിലല്ല, വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ഷോർട്സ് എടുക്കുന്നതിന് അതിന് മ്യൂസിക് കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ആഡ് സൗണ്ട് കൊടുക്കുക. ആഡ് സൗണ്ട് കൊടുത്തിട്ട് സാധാരണ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് അത് മേളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ പാട്ട് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാനത് ഉപയോഗിക്കുന്നില്ല, ഓൺ വോയിസ് ആയതുകൊണ്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ നേരെ താഴെ ഈ ടിക്കുണ്ടല്ലോ ശരി എന്നുള്ളത്, അത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊരു സംഭവം വന്നു. അത് വീണ്ടും നമ്മുടെ വീഡിയോ വന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, നമുക്കൊന്നും വേണ്ട, ഏറ്റവും താഴെ നെക്സ്റ്റ്. ഈ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യം നമ്മളൊരു ഷോർട്സ് ആയിക്കോട്ടെ, ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആദ്യം വേണ്ടത് റീച്ച് കൂടാനും അല്ലെങ്കിൽ വ്യൂസ് കൂടുതൽ കിട്ടാനും നമ്മുടെ നല്ല തംബ്നെയിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടല്ലോ ഒരു പെന്നിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തംബ്നെയിൽ മാറ്റുന്നത്. അപ്പോൾ നേരെ പ്രോസസ്സിങ് കഴിയുന്നു. ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ തംബ്നെയിലിലേക്ക് വരാം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഏറ്റവും താഴേക്ക് വരിക. താഴേക്ക് വന്നിട്ട് ഇതുണ്ടല്ലോ, ഇത് നേരെ വലത്തോട്ട് നീക്കുന്നതോറും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ഒരു ഉണ്ടോ ഏകദേശം ഇങ്ങനെ ഒരു സാധനം, അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഇതായിരിക്കും, പക്ഷേ ഇതിനേക്കാൾ ഇതാരും ക്ലിക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് നേരെ മേളിൽ കണ്ടല്ലോ ശരി, അത് നമ്മൾ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം നമ്മൾ ആ സെലക്ട് ചെയ്ത അതേ തംബ്നെയിൽ ഇതാ ഇവിടെ വന്ന് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വന്നു. ഇനി ഈ വലത് സൈഡിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ, എന്ത് ടൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് എന്നാണ് ഞാൻ ടൈറ്റിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾ അവിടെ കൊടുക്കണം. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ ടൈറ്റിലിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹാഷ്ടാഗ് ചെയ്യണം. എന്താണ് ഹാഷ്ടാഗ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും 2 ഹാഷ്ടാഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഹാഷ്ടാഗ് നിങ്ങൾക്ക് ഇടാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ 2 ഹാഷ്ടാഗ് കൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇടണം. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഹാഷ്ടാഗ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്സ്, SHORT ഷോർട്സ്, ഇത് കണ്ടില്ലേ. അപ്പോൾ താഴെ ഇതിൽ വന്നു ഷോർട്സ്. അങ്ങനെ ആ ഷോർട്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോർട്സ് വന്നു. ഇനി അടുത്തത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഷോർട്ട് വീഡിയോ, അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. SHORT ഷോർട്ട് വീഡിയോ. ഷോർട്ട് വീഡിയോ 11 crore ഷോർട്ട് വീഡിയോ 27 crore കിടക്കുന്നുണ്ടല്ലേ, അതും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇനി അടുത്ത് വേണ്ടത് നമ്മളിപ്പം പബ്ലിക് ആണെങ്കിൽ പബ്ലിക്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ഷോർട്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഉടൻ നിങ്ങളത് പബ്ലിക് കൊടുക്കരുത്. വിസിബിലിറ്റി എന്ത് ചെയ്യണം? അത് നിങ്ങൾ നേരെ അൺലിസ്റ്റ് ചെയ്യുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നിങ്ങൾ നേരെ അത് താഴെ അൺലിസ്റ്റ് ഉണ്ടല്ലോ, അൺലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ ബാക്ക് കൊടുക്കുക. അപ്പോൾ അൺലിസ്റ്റായി, ലൊക്കേഷൻ ഒന്നും ചെയ്യേണ്ട. ഇനി നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കണ്ടല്ലോ, യെസ് ഉണ്ട്, നോ ഉണ്ട്. ഇതിനകത്ത് നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കൊടുക്കുന്നു. ഇനി റിലേറ്റഡ് വീഡിയോ, നമ്മൾ
ഒരു വീഡിയോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഒരു വീഡിയോയോ ഷോർട്സോ നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഇവിടെ ഞാൻ വേറെ നേരത്തെ കുറേ ഷോർട്സ് എടുത്ത് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അത് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിവിടെ ഇഷ്ടമുള്ളൊരു സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആഡ് ചെയ്യുന്നു. ഇനി റിലേറ്റഡ് വീഡിയോ വന്നു. ഇനി താഴെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്, അതായത് അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ആഡ് പ്രൊമോഷൻ ലേബൽ, ഇതും അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി പ്രധാനമായിട്ട് നോക്കണ്ടേ ഇതെൻ്റെ ആൾട്ടേഡ് കണ്ടൻറ്റ്, ഇതുണ്ടോ ഈ സംഭവം നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എസ്സും ഉണ്ട് നോയും ഉണ്ട്. ഇത് പലർക്കും ഉള്ള സംശയമാണ്, ഇവിടെ നമ്മൾ എസ് കൊടുക്കണോ നോ കൊടുക്കണമെന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക, നോയെ കൊടുക്കാവുള്ളൂ. കണ്ടല്ലോ, നമ്മൾ നേരെ നോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ അതിവിടെ നോ, ഇറ്റ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓൾട്ടർനേറ്റ് കണ്ടൻറ്റ് എന്നുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കമൻറ്റ്സ് ഓൺ ആണെങ്കിൽ ഓൺ ഓഫ് ആണ് നിങ്ങളുടെ ഇഷ്ടം, എന്നാലും അത് ഓൺ ആക്കി ഇടുന്നതിനാണ്, അതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇപ്പോൾ അടുത്ത് നമ്മൾ നേരെ എന്താ പറയുക, അപ്ലോഡ് ഷോർട്സ് കൊടുക്കുക. ഓക്കെ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, അൺലിസ്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ നേരെ അപ്ലോഡ് ഷോർട്സ് കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നേരെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അതിങ്ങനെ നേരെ അപ്ലോഡ് ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യം കൂടെ ചെയ്യണം, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അൺലിസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് പോയിട്ട് നേരെ ഇതേണ്ട വൈറ്റി സ്റ്റുഡിയോ ഉണ്ടല്ലോ, നമ്മൾ നേരെ വൈറ്റി സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. വൈറ്റി സ്റ്റുഡിയോ എടുക്കുക. വൈറ്റി സ്റ്റുഡിയോയിൽ നമ്മൾ നേരെ താഴെ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. കണ്ടൻറ്റ് നമ്മൾ ഷോർട്സ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഷോർട്സ് ഇതിനകത്ത് നമ്മുടെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഇത് കണ്ടല്ലോ മേളിൽ, ഇതാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഷോർട്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മേളിൽ പെന്നുകൊണ്ടുള്ള സംഭവം കണ്ടില്ലേ, ആ നേരെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെയുണ്ട്. എന്താ പറയുക, ആഡ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെയാണ് ഇനി വേണ്ട ഹാഷ്ടാഗുകളും മറ്റു കാര്യങ്ങൾ, എത്ര ഹാഷ്ടാഗ് നിങ്ങൾക്ക് ഇടാവോ അതെല്ലാം നിങ്ങൾക്ക് ഇടാം നിങ്ങളുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ ഹാഷ്ടാഗ് എന്താ പറയുക, കുക്കിംഗ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് കൊടുക്കാം. പിന്നെ എന്താ പറയുക, കേരള ഫുഡ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഈ ഹാഷ്ടാഗ് ഇടുമ്പം ഒരിക്കലും നിങ്ങൾ സ്പേസ് കൊടുക്കരുത് കേട്ടോ, എല്ലാം കൂട്ടിയായിരിക്കണം. അങ്ങനെ നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തതിന് ശേഷം ബാക്ക് അടിക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനായി. ഇനി വിസിബിലിറ്റി ഇപ്പോൾ അൺലിസ്റ്റ് ആണ് കിടക്കുന്നത്, അങ്ങനെ തന്നെ കിടന്നോട്ടെ, അത് നമുക്ക് ലാസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഇനി എന്താ പറയുക, നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, റിലേറ്റഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ വേണ്ട, ആഡ് പ്ലേലിസ്റ്റ്. ഈ പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ കൊടുക്കുക, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നേരെ താഴെ ഇതെൻ്റെ മോർ ഓപ്ഷൻ കണ്ടോ, മോർ ഓപ്ഷൻ. ഈ മോർ ഓപ്ഷനിലാണ് നമുക്ക് ടാഗ് ഇടേണ്ടത്. ഓക്കെ, ഈ ടാഗ് നമ്മുടെ നേരി മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഹാഷ്ടാഗ് എന്തൊക്കെയാണ് ടാഗ് കൊടുക്കുക. അപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഈ ടാഗ് ഇടാൻ വേണ്ടി നമ്മൾ അധികം ചിന്തിച്ചു കൊണ്ട കാര്യമില്ല. നേരെ കീവേഡ് ടൂളിൽ പോയിട്ട് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടാഗുകൾ നിങ്ങൾക്ക് കിട്ടും, എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളത്. ഇനി കീവേഡ് ടൂൾ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതേണ്ട ഇവിടെ ഇത് കൊടുത്തേക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി നിങ്ങൾ പോയി കണ്ടിട്ട് പോയാൽ കേട്ടോ. ഞാൻ ഓൾറെഡി ഇവിടെ ഇട്ടേക്കാം, അത് നിങ്ങൾ നേരെ പോയി കണ്ടുപോവാ. കീവേഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടാഗ് കൊടുക്കാൻ പറ്റും, അത് നിങ്ങൾ പോയി കണ്ടുപോവാ. അപ്പോൾ ഞാൻ ഇവിടെ നേരെ കീവേഡ് ടൂൾ ഉപയോഗിച്ചാണ് നേരെ കീവേഡ് ടൂളിലേക്ക് പോകുന്നു. അപ്പോൾ കേരള ഫുഡാണെങ്കിൽ ഇതേണ്ടേ കേരള ഇതേണ്ടേ ഫുഡ് എന്ന് വേണ്ടി നമ്മൾ അടിച്ചു കൊടുക്കുന്നു. നേരെ ഗൂഗിളിൽ നേരെ യൂട്യൂബാണ് കൊടുക്കുന്നത്. യൂട്യൂബ് കൊടുത്തിട്ട് കീവേഡ് ടൂള് കേരള ഫുഡ്. ഓക്കെ, ഫുഡെന്ന് കൊടുക്കുന്നു, നമ്മൾ നേരെ സെർച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് വേണ്ട കീവേഡുകൾ ഇത് നമുക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഇതെൻ്റെ കേരള ഫുഡ് റെസിപ്പി, കേരള ഫുഡ് വ്ളോഗേഴ്സ്, കേരള ഫുഡ് ബ്ലോഗ്, കേരള ഫുഡ് ടൂറ്, അങ്ങനെ ഇഷ്ടമുള്ള നമുക്കൊരു 10-12 അല്ലെ എവിടുന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഏറ്റവും താഴെ വരുന്ന ഇവിടെ നമ്മൾ നേരെ കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, വൈറ്റി സ്റ്റുഡിയോട്ട് പോവുക. വൈറ്റി സ്റ്റുഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ടാഗ് വേണ്ടടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ വേണ്ടത്, പെയ്ഡ് പ്രൊമോഷൻ വേണ്ട, ഇത് എന്താ പറയുക കമൻ്റ് ഒന്നും വേണ്ട, ഇതൊക്കെ എന്നിട്ട് നമ്മൾ നേരെ ബാക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വിസിബിലിറ്റി ചേഞ്ച് ചെയ്യണം. വിസിബിലിറ്റി ചേഞ്ച് ചെയ്തിട്ട് പബ്ലിക് കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഷോർട്സ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ. അതായത്
എന്താ പറയുക ഷെഡ്യൂൾ ചെയ്യുകയേ ചെയ്യാവുള്ളൂ. ഡയറക്റ്റ് പബ്ലിഷ് കൊടുക്കരുത്. കാരണം യൂട്യൂബിന് ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി ടൈം വേണം. ഓക്കെ, അപ്പം നിങ്ങൾ നേരെ ഇവിടെ വന്ന് കൊടുക്കുക. അപ്പോൾ ഇന്നല്ലേ ഇപ്പം 31 തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം ഇന്ന് വൈകുന്നേരം 6 മണിക്കാണെങ്കിൽ 6 മണി, 5 മണിക്കാണെങ്കിൽ 5 മണി. ഇപ്പോൾ ഞാൻ ഒരു 6 മണി ഇട്ടിട്ട് PM അടിച്ചിട്ട് നേരെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം നേരെ ബാക്കില്ലേ, ഈ ബാക്ക് വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഏതാണ്ട് ഇവിടെ വിസിബിലിറ്റി 31 മെയ് 2025 6 PM നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക പബ്ലിഷ് ആകുന്നതുകൊണ്ട്. എന്നിട്ട് ഏറ്റവും മേളിൽ സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെറ്റായി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്, ഇതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആദ്യം യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുക, അൺലിസ്റ്റ് ആക്കി ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുക. അവിടെ നമ്മൾ യൂട്യൂബിൻ്റെ ഐക്കണിൽ തന്നെ യൂട്യൂബിനകത്ത് കയറി തന്നെ വേണം നമ്മൾ എന്താ പറയുക നമ്മുടെ തംബ്നെയിലെല്ലാം മാറ്റാനും ടൈറ്റിൽ കൊടുക്കാനും. നേരെ എന്നിട്ട് ബാക്ക് അടിച്ച് വന്നിട്ട് നേരെ YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് വേണം അവിടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ടാഗ് കൊടുക്കുന്നതെല്ലാം YT സ്റ്റുഡിയോയിലാണ്. എന്നിട്ട് ലാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.